പ്രിയമുള്ളവരെ, വചനജ്വാല 1282 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മാർച്ച് 5 ബുധനാഴ്ച എല്ലാവർക്കും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ 50 നോമ്പിൻ്റെ 3-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് വിശുദ്ധ യൗസേപ്പിതാവിന്റെ വണക്കമാസം 5-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇന്നത്തെ വചന വായനയിൽ സങ്കീർത്തനങ്ങൾ 55-ാം സങ്കീർത്തനം 15 മുതൽ 23 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. അവരെ മരണം പിടികൂടട്ടെ, ജീവനോടെ അവർ പാതാളത്തിൽ പതിക്കട്ടെ. അവരുടെ ഭവനത്തിൽ, അവരുടെ ഹൃദയത്തിൽ തിന്മ കുടികൊള്ളുന്നു. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു, കർത്താവ് എന്നെ രക്ഷിക്കും. സന്ധ്യയിലും പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും ഞാൻ ആവലാതിപ്പെട്ട് കരയും. അവിടുന്ന് എൻ്റെ സ്വരം കേൾക്കും. ഈ യുദ്ധത്തിൽ അനേകർ എനിക്കെതിരെ അണിനിരക്കുന്നു. അവിടുന്ന് എന്നെ കാത്തുപാലിക്കും. അനാദികാലം മുതലേ സിംഹാസനസ്ഥനായ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട് അവരെ ലജ്ജിതരാക്കും. എന്തെന്നാൽ അവർ കൽപ്പന പാലിക്കുന്നില്ല, ദൈവത്തെ ഭയപ്പെടുന്നുമില്ല. എൻ്റെ കൂട്ടുകാരൻ തൻ്റെ സുഹൃത്തുക്കൾക്കെതിരായി കൈനീട്ടി. അവൻ തൻ്റെ ഉടമ്പടി ലംഘിച്ചു. അവൻ്റെ സംസ്കാരം വെണ്ണയേക്കാൾ മൃദുലമായിരുന്നു, പക്ഷേ അവൻ്റെ ഹൃദയത്തിലോ പടയൊരുക്കം. അവൻ്റെ വാക്കുകൾ എണ്ണയേക്കാൾ മയമുള്ളവ, എന്നാൽ അവ ഉറയൂരിയ വാളുകൾ ആയിരുന്നു. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. ദൈവമേ, അങ്ങ് അവരെ അത്യഗാധത്തിലേക്ക് തള്ളി വീഴ്ത്തും. രക്തദാഹികളും വഞ്ചകരും ആയുസ്സിന്റെ പകുതി എത്തുകയില്ല. എന്നാൽ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് രക്തസാക്ഷിയായ വിശുദ്ധ അഡ്രിയാനെ അനുസ്മരിക്കുന്ന ദിവസമാണ്. ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ മതമർദ്ദന നാളുകളിൽ പാലസ്തീനായിലെ ഗവർണർ രക്തക്കൊതിയനായ ഹീർമീലിയനായിരുന്നു. അക്കാലത്ത് മഗാൻസിയായിൽ നിന്ന് അഡ്രിയാൻ, എവുബുള്ളസ് തുടങ്ങിയ കുറെ പേർ കേസറിയായിലെ വിശുദ്ധരെ വണങ്ങാൻ പുറപ്പെടുകയുണ്ടായി. നഗരവാതിൽക്കലെത്തിയപ്പോൾ അവരുടെ യാത്രാലക്ഷ്യം സംബന്ധിച്ച് ചോദ്യമുണ്ടായി. അവർ ഒന്നും മറച്ചുവെച്ചില്ല. തൽക്ഷണം അവരെ പ്രസിഡന്റിന്റെ അടുക്കലേക്ക് ആനയിക്കുകയും അവരെ മർദ്ദിക്കുവാൻ അദ്ദേഹം ആജ്ഞാപിക്കുകയും ചെയ്തു. ഇരുമ്പ് കൊളുത്തുകൾ കൊണ്ട് ഉദരം കീറിയ ശേഷം വന്യമൃഗങ്ങൾക്ക് അവരെ ഇരയായി കൊടുക്കുകയാണ് ചെയ്തത്. 2-ാം ദിവസം കേസറിയായിൽ ഒരു ഉത്സവമുണ്ടായിരുന്നു. അന്ന് അഡ്രിയാനെ ഒരു സിംഹത്തിനിട്ട് കൊടുത്തു. സിംഹം അല്പം കടിച്ചു കീറിയതല്ലാതെ കൊന്നില്ല. തന്നിമിത്തം അവർ ഒരു വാളുകൊണ്ട് അഡ്രിയാനെ വധിച്ചു. എവുബുളൂസ് വിഗ്രഹങ്ങളെ ആരാധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ സ്വതന്ത്രനാക്കാമെന്ന് ഗവർണർ പറഞ്ഞു. ഗവർണറുടെ ഈ കാരുണ്യം സ്വീകരിക്കാതെ അദ്ദേഹം മഹത്വ കിരീടം തന്നെ ആശ്ലേഷിച്ചു. പ്രിയരെ, ക്രിസ്തുവിന്റെ പിന്നാലെ കുരിശും വഹിച്ച് നാം പോകണം. അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന പേരിന് അർഹതയില്ല. അവിടുത്തെ മഹത്വത്തിൽ ഓഹരിക്കാരാകണമെങ്കിൽ അവിടുത്തെ സഹനത്തിൽ നാം പങ്കുകാരാകുക തന്നെ വേണം. തൻ്റെ മാതൃക വഴി
ക്രിസ്തു കാണിച്ചു തന്നിരിക്കുന്ന മാർഗമല്ലാതെ വേറൊരു മാർഗം സ്വർഗത്തിലേക്കില്ല. ക്ലേശങ്ങളെയും വേദനകളെയും രോഗങ്ങളെയും നാം എങ്ങനെ സ്വാഗതം ചെയ്തു എന്ന് പ്രത്യേകമായി പരിശോധിക്കുക. പ്രിയരെ, ധീര രക്തസാക്ഷിയായ അഡ്രിയാന്റെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.